കലോത്സവ വേദിയിലെ മദ്ദള വിശേഷങ്ങളാണ് ഇനി. പാരിപ്പള്ളി അമൃത സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ഈ മദ്ദള കലാരൂപവുമായി ഇപ്പോൾ വേദിയിൽ മത്സരിച്ചിരിക്കുന്നത്. അവർ മത്സരശേഷം ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നു. എന്നാൽ ഒന്ന് തുടങ്ങിയാലോ? ആയിക്കോട്ടെ. വളരെ മനോഹരമായിരുന്നു. അമൃത സ്കൂളിലെ ഗോകുൽ അല്ലേ? പാരിപ്പള്ളി അമൃത സ്കൂളിൽ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10 ബി. ബാക്കി സുഹൃത്തുക്കളോ കൂടെ വാദ്യം വായിച്ചവരൊക്കെ? 8ാം ക്ലാസ്. പേരൊക്കെ എന്താ അവരുടെയൊക്കെ? അഭിജിത്ത്, അമൃശങ്കർ, മഹിദേവ്. നിങ്ങൾ എത്ര നാളായി ഇതിനു വേണ്ടി പരിശീലനം നടത്തുന്നുണ്ട് ഈ മദ്ദളം ഒക്കെ? ഒരു 6-7 മാസം. ഈ മത്സരത്തിൽ നിങ്ങൾ പൂർണ്ണമായും സജ്ജരായി തന്നെയാണ്, കോൺഫിഡന്റോട് കൂടി തന്നെയാണ് എത്തിയത് അല്ലേ? നിങ്ങൾക്ക് അതിന് പിന്നിൽ ഒരു അധ്യാപകൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു മാഷ് ഉണ്ടാവുമല്ലോ ഇതൊക്കെ പഠിപ്പിച്ചു തരാൻ മദ്ദളം. അതാരാണ്? ഗുരുവാരാണ്? രാധാകൃഷ്ണൻ മാഷ്. അദ്ദേഹം ഉണ്ട് നമ്മളോടൊപ്പം. രാധാകൃഷ്ണൻ മാഷ്. ക്ഷേത്രകലകൾ ഒട്ടുമിക്കതും പാരിപ്പള്ളി അമൃതയിൽ വെച്ച് പഠിപ്പിക്കുന്നുണ്ട്. വിശിഷ്യ കേളി ഞാനൊരു മദ്ദളക്കാരനല്ല, എങ്കിലും ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചത് അനീഷ് എന്നുള്ള ഇതിനായിട്ടുള്ളൊരു മദ്ദളക്കാരനെ കൊണ്ടാണ് ഇവരെ കേളി അഭ്യസിപ്പിച്ചത്. എൻ്റെ സുഹൃത്താണ്. അപ്പോൾ പഞ്ചവാദ്യ മേളങ്ങളൊക്കെയാണ് ഞാൻ അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഓരോരോ ഉപകരണത്തിന് അതിൻ്റെ സ്പെഷ്യാലിറ്റി കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പോൾ മദ്ദളം ചെയ്യുന്നവരെ കൊണ്ട് തന്നെ മദ്ദളം പഠിപ്പിക്കണം. തിമലിയും അടക്കിയും ചെണ്ടയ്ക്കാണ് ഞാൻ ചെയ്യും. അപ്പോൾ എൻ്റെ മേൽനോട്ടത്തിൽ അനീഷിനെ കൊണ്ടാണ് ഇവരെ ട്രെയിൻ ചെയ്യിപ്പിച്ചെടുപ്പിച്ചത്. തീർച്ചയായും ഇത്തരം കലാരൂപങ്ങൾ സംരക്ഷിക്കപ്പെടുന്നത് ഈ പറയുന്ന കലോത്സവ വേദികൾ കൂടി അതിന് ഒരു ജീവൻ പകരുന്ന ഒരു വേദി കൂടിയാണ്. അപ്പോൾ കലോത്സവങ്ങളിൽ കുട്ടികളെ ഈ ഒരു വേദിയിലേക്ക് ഇതിലേക്ക് പരിശീലിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അതിൽ തീർച്ചയായിട്ടും ഒരു ചാരിതാർത്ഥ്യം, ഒരു അഭിമാനമൊക്കെ ഇല്ല? തീർച്ചയായിട്ടും ഈ വർഷങ്ങളത്രയും ആദ്യം ഇത് തുടക്കത്തിൽ ഞാനില്ലെങ്കിലും 36 വർഷമായിട്ട് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. പക്ഷേ ഞാൻ വരുന്നത് ഒരു 10-25 വർഷമായിട്ടുള്ളൂ ഇവിടെ കൂട്ടിക്കാൻ വന്നിട്ട്. അപ്പോൾ അവിടെ ഒന്നാമതായിട്ട് ഈ പ്രാഥമികമായിട്ട് സൗകര്യം പാരിപ്പള്ളിയിൽ എല്ലാ ഉപകരണങ്ങളും അവിടെ ഉണ്ട്. പിന്നെ സാഹചര്യം അവിടെ പഠിപ്പിക്കാനുള്ള ഇത്. ഇപ്പോൾ അത് അവിടെ നിൽക്കുന്ന കുട്ടികളൊക്കെ മുമ്പ് ഇവിടെ വിദ്യാർത്ഥികളാണ്. ഇപ്പോൾ ഈ ഇവരെ ഒപ്പം എസ്കോട്ടിങ്ങിന് വന്ന കുട്ടികളൊക്കെ അവിടെ പഠിച്ചാണ്. സീനിയർ വിദ്യാർത്ഥിയാണ് അവിടുത്തെ അനുമാൻ ഇവരെ കൊണ്ടു നടക്കുന്നത്. ഇങ്ങനെ ഇവിടുത്തെ സാറന്മാരായാലും ഇവരൊക്കെ അതിന്. അപ്പം ഈ വാദ്യമേളങ്ങളുടെ ഒരു ഇത് നോക്കുകയാണെങ്കിൽ പാരിപ്പള്ളി അമൃത സ്കൂള് അത്തരത്തിൽ ഒരു വാദ്യമേളങ്ങൾ കുട്ടികൾ കൂടുതലായി പരിശീലിപ്പിക്കുന്നു. അവർക്ക് അതിലൊരു അഭിരുചി കണ്ടെത്താൻ ഇല്ലേ ഒരു ശ്രമം ആ സ്കൂള് നടത്തുന്നുണ്ട്, പാരിപ്പള്ളി അമൃത സ്കൂള്. തീർച്ചയായിട്ടും എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിൽ നിന്നുള്ള ഒട്ടുമിക്ക വിദ്യാർത്ഥികളുണ്ടായി. ഇന്നിപ്പോൾ അവിടെ ആ മുമ്പത്തെ ആ ഒരു ബാഹുല്യം ഇല്ലാന്നേ ഉള്ളൂ, പക്ഷെ കുട്ടികളുണ്ട്. ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു നമുക്കൊരു കൗതുകമായിട്ട് തോന്നിയത് ഈ കുട്ടികളെ പോലെ പഠിച്ചു വന്ന് ആ സ്കൂളിൽ തന്നെ പഠിച്ചു വന്ന ഒരാൾ, അദ്ദേഹം ഇപ്പോൾ ഈ കുട്ടികളെ ഇത്തരം കലാരൂപങ്ങളുമായിട്ട് പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും ഒപ്പം കൂടുന്നു. അങ്ങനെ ഒരു വ്യക്തിയുണ്ട് അല്ലേ? അനിമോൻ എന്നാണ് അല്ലേ? എന്താ ചേട്ടൻ്റെ പേരെന്താ? അനിമോൻ. അപ്പം എത്ര വർഷമായി അവിടെ? 40 വർഷമാവുന്നു. അപ്പോൾ 40 വർഷങ്ങൾക്ക് മുൻപേ ആയിരിക്കണം ഒരുപക്ഷെ മദ്ദളം അല്ലേ അതുമായി ഈ കലോത്സവ വേദിയിൽ എത്തിയത്. അപ്പം കലോത്സവ മുറ്റത്ത് ഇപ്പം അവിടെ നമ്മുടെ അമൃതയിലെ കുട്ടികൾക്കൊപ്പം ആണ് ഇപ്പോൾ വന്ന്. 93-94 ഞാൻ കലോത്സവ വേദിയിൽ ചെല്ലുന്നത്. 93-94
അപ്പോൾ അതിനുശേഷം വീണ്ടും കലോത്സവം എഴുതാണ്ട് ഇപ്പോൾ എത്തിയിരിക്കുന്നു. ഇപ്പം കുഞ്ഞുങ്ങളോടൊപ്പം മദ്ദളം കണ്ടപ്പോൾ ഒന്ന് മദ്ദളം ഉപയോഗിക്കാൻ തോന്നി. അതെ അതെ, ഒന്ന് ഉപയോഗിക്കാൻ തോന്നുന്നു. വളരെയധികം സന്തോഷം അല്ലേ? ഞങ്ങൾക്ക് കേട്ടപ്പോൾ തോന്നി, കണ്ടു നിന്ന എല്ലാവർക്കും അതുതന്നെയാണ് തോന്നുന്നത്. അതെ അതെ അതെ, സന്തോഷം കൊണ്ടാണ് ചിരിക്കുന്നത്. എല്ലാം നമ്മളെ അമൃതാനന്ദ അമ്മ എന്നെ ശരിക്കും ഞാൻ അവിടെ വന്ന അമ്മയാണ് എന്നെ പഠിപ്പിച്ചതും. അമ്മയുടെ ചിലവിലാണ് ഞങ്ങളെല്ലാം കഴിയുന്നതും. അമ്മ വീടൊക്കെ വെച്ച് തന്ന് 40 വർഷമായിട്ട് അമ്മയുടെ കൂടെ ഉണ്ട് ഞാൻ. തീർച്ചയായും ആ ഒരു സന്തോഷം ഞങ്ങൾക്കും ചേട്ടൻ്റെ വാക്കുകളിലൂടെ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇത്തരം നല്ലൊരു കലാരൂപത്തെ പ്രോത്സാഹിപ്പിക്കുന്ന അമൃത സ്കൂളിലെ ബാക്കി സഹപ്രവർത്തകരും അധ്യാപകരും ഒക്കെ നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഈ പറയുന്ന പോലെ കുട്ടികൾ അവരുടെ മത്സരങ്ങളൊക്കെ കഴിഞ്ഞ് അതിൻ്റെ വിശ്രമത്തിൻ്റെയൊക്കെയുള്ള ഒരു പോക്കിലാണ് അല്ലേ, ക്ഷീണിതരാണ്ട്. അപ്പോൾ ഏതായാലും ഞങ്ങളോടൊപ്പം നിങ്ങളും കൂടിയതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കലോത്സവ വേദിയിൽ നിന്നും പ്രദീപ് വളത്തുങ്ങളിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്.